ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ലിനുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു കൊടും വേനൽക്കാലത്തും ബോഗൺവില്ലയുടെ കട്ടിങ്സ് എങ്ങനെ വേര് പിടിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ ഞാൻ ഈ ഒരു ചൂട് കാലത്ത് വേര് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റീസ് നമുക്ക് നല്ല രീതിയിൽ തന്നെ വേര് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നടാനുള്ളൊരു കട്ടിങ്സ് എടുക്കണം, ഏതിൽ നിന്ന് എടുക്കും എന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ. എല്ലാത്തിലും നിറയെ പൂക്കളാണ്. പൂക്കളുണ്ടാകുമ്പോൾ നമുക്ക് കട്ടിങ്സ് എടുക്കാൻ തോന്നൂല കേട്ടോ. ഇത് നമ്മുടെ അർജുനയാണ്. അപ്പോൾ ഈ ഒരു അർജുനയുടെ ഒരു കമ്പിൽ പൂവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് പോയിട്ടുള്ള ഈ ഒരു കമ്പിൽ പൂവില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കട്ടിങ്സ് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് കട്ട് ചെയ്ത ശേഷം നമ്മൾ കാണിക്കട്ടോ. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ കട്ടറും പിടിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മളിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മൂത്തൊരു കമ്പ് മതി കേട്ടോ. നല്ലോണം മൂക്കും വേണ്ട, എന്നാൽ അത്യാവശ്യം മൂപ്പുള്ളതുമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പീസിനെ നമുക്ക് 2 പീസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അത്രയും നീളത്തിലാണ് നമ്മൾ ഓരോ പീസും വെച്ച് കൊടുക്കുന്നത്. ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും 3 പീസുകൾ മതി കേട്ടോ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ. അപ്പോൾ ഇതാ മറ്റുള്ള കുറച്ച് പ്ലാന്റിൻ്റെ കട്ടിങ്സും പാടെ എടുക്കാം കേട്ടോ. എന്തായാലും നമ്മൾ പ്ലാന്റുകൾ നട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറേ കട്ടിങ്സ് എടുത്ത് നട്ടതൊക്കെ പിടിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ അതൊക്കെ നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഒരു പർപ്പിൾ ഒരു ലാവണ്ടറാണ് കേട്ടോ, ഒരു ലൈറ്റ് ലാവണ്ടർ. ഇത് ഞാൻ കൊൽക്കത്തയിൽ നിന്ന് വരുത്തിയിട്ടുള്ളതേനു. ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞ് മേടിച്ചതാണ് കേട്ടോ. പക്ഷേ ഇത് ലാവണ്ടറായിപ്പോയി. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കട്ടിങ്സ് എടുക്കാം കേട്ടോ. എന്നാലും ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ പൂവിട്ടായിരുന്നു. പൂക്കളൊക്കെ കഴിഞ്ഞതാണ്. ചെറിയ ലീഫാണ് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ 2 കട്ടിങ്സ് എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ജുവലാണ് കേട്ടോ. ജുവൽ യെല്ലോ. പൂക്കളുണ്ട്, കട്ടിങ്സ് ഒന്നും എടുക്കാൻ തോന്നൂല, എങ്കിലും നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പീച്ചിൻ്റെ കട്ടിങ്സും പാടെ എടുക്കാനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ചെടികളുടെ കട്ടിങ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോട്ട് മിക്സ് പറയുന്നത് ചുവന്ന മണ്ണ്, കുറച്ച് മണലും കുറച്ച് ചകിരി കമ്പോസ്റ്റും ചേർത്തിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് വെറും മണ്ണിലായാലും കുഴപ്പമില്ല, ഞാൻ വെറും മണ്ണിലും നട്ടിട്ടുണ്ട്. ഇതുപോലെ 3 പാടെ മിക്സാക്കിയിട്ടു ഇങ്ങനെ പോട്ട് മിക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് വേപ്പ് പിണ്ണാക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ പ്ലാന്റുകൾ ഫസ്റ്റ് നട്ട് പിടിപ്പിക്കുമ്പോൾ അതൊക്കെ വേര് പിടിച്ച് മാറ്റി നടുമ്പോൾ മാത്രമാണ് വളം കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മുടെ പോട്ട് മിക്സ് റെഡിയായി. നമുക്ക് നടാനുള്ള കട്ടിങ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പോട്ടിലാക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കട്ടിങ്സൊക്കെ എടുക്കാത്തതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഏതൊക്കെ പ്ലാന്റ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരൊക്കെ അതാ ഈ ഒരു ബോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ബോട്ടിലായാൽ നമുക്കതിൽ വേര് വന്നിക്കണമെന്നുള്ളത് കറക്റ്റ് തെളിഞ്ഞ് കാണും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൽ നമുക്ക് ചെടി വേര് പിടിപ്പിക്കാം. പിന്നെ അയക്കണം എന്നുണ്ടെങ്കിൽ ഇതോട് കൂടിയിട്ട് തന്നെ നമുക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ബോട്ടിൽ മിക്സ് നിറച്ചു കൊടുത്തു. ഇതാ ഒരു റൂട്ടിംഗ് ഹോർമോൺ പോലും നമ്മൾ യൂസ് ചെയ്യണില്ല കേട്ടോ. എല്ലാ പ്ലാന്റും ഇതുപോലെ തന്നെയാണ് ഞാൻ വേര് പിടിപ്പിച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് ബട്ടർ കപ്പൊക്കെ വേര് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ പ്ലാന്റും നട്ട് വെച്ചു. ഇനി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഷെയ്ഡുള്ള ഒരു ഏരിയയിൽ കൊണ്ടുപോയി വെക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കവറിട്ട് മൂടിയിട്ടൊന്നുമല്ല വെക്കണത്, ഇതുപോലെ തന്നെയാണ് കേട്ടോ വെക്കണത്. ഇനിയിപ്പോൾ ഇതൊക്കെ പിടിച്ചോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഇത് പിടിച്ചാലും പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മളൊരു വീഡിയോ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 1.5 മാസം മുന്നൊക്കെ നമ്മൾ ചെയ്ത് വെച്ചതൊക്കെ ഉണ്ട്. അതൊക്കെ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. എല്ലാത്തിനും നല്ല പോലെ റൂട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതും അതുപോലൊക്കെ പിടിച്ച് കിട്ടുന്നതാണ് കേട്ടോ വിശ്വാസം. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ നട്ട് വെച്ചതാണ്. ഇതൊക്കെ നട്ടിട്ട് 1 മാസമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും നിറയെ റൂട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ജുവലാണ് കേട്ടോ. ജുവൽ യെല്ലോ. ഇതിൻ്റെ റൂട്ട് നിങ്ങൾക്ക് ഇതാ കറക്റ്റായിട്ട് കാണുന്നില്ലേ? എൻ്റെ അടിയിലൊക്കെ നല്ലോണം റൂട്ട് വന്നിട്ടുണ്ട്. ഈ വെളുത്ത് കാണുന്നതൊക്കെ അതിൻ്റെ റൂട്ടുകളാണ് കേട്ടോ. ഇതേപോലെ തന്നെ ഇത് യെല്ലോ, ഒന്ന് പീച്ച്, 2ൻ്റെയും ഓരോ കട്ടിങ്സാണ് കേട്ടോ ഞാൻ വെച്ചെടുത്തിന്. കണ്ടോ, ഇതൊക്കെ റൂട്ടാണ്. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്.
പിന്നെ ഇതാക്കണം ടാങ്ലോങ് ആണ് കേട്ടോ. ടാങ്ലോങ് റെഡ്. നമ്മളിതിനൊക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് മാറൂല കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ വേര് വന്നിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ. ഈ ഒരു നല്ല ചൂടുകാലത്താണ് കേട്ടോ ഇതുപോലെ നമുക്ക് ചെടികളെ വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഇത് നമ്മുടെ നേരത്തെ കാണിച്ചില്ലൊരു ലാവണ്ടർ, അതാണ് കേട്ടോ. അതിൻ്റെ 2 തൈകളും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചെടികളൊക്കെ വേര് പിടിപ്പിച്ചാൽ വെക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. ഇവിടെ നല്ല തണുപ്പുള്ളൊരു ഷെയ്ഡാണ്. അപ്പം അങ്ങനെ ഒരു 1.5 മാസമൊക്കെ ആയിട്ടുള്ള ചെടികളാണ് കേട്ടോ ഇത്. ഇതൊക്കെ വേര് പിടിച്ചതാ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ സുവർണയാണ് കേട്ടോ, സുവർണ. പിന്നെ അതേപോലെ ടാങ്ലോങ് പർപ്പിള്, അതേപോലെ കയാട്ട. ഇത് കയാട്ടയാണ് കേട്ടോ. കയാട്ടൊക്കെ നല്ലോണം റൂട്ട് വന്നിട്ടുണ്ട്. ഇതിനൊക്കെ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പിടിച്ച പ്ലാന്റുകളൊക്കെ സെയിൽ ചെയ്യാനായിട്ടൊരു വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ കവറിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബട്ടർ കപ്പ് നമ്മൾ ഇതുപോലെ കവറിട്ട് മൂടിയിട്ടാണ് കേട്ടോ വേര് പിടിപ്പിച്ചെടുത്തിട്ടുള്ളത്. അല്ലാത്ത പ്ലാന്റൊക്കെ ജസ്റ്റ് അങ്ങനെ നട്ട് വെച്ചിട്ടേ ഉള്ളൂ. ബട്ടർ കപ്പ് ഇനി പേടിയുണ്ടായിട്ടല്ല, എങ്കിലും നമ്മൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നമ്മൾ ഫസ്റ്റായിട്ട് 2 ബട്ടർ കപ്പിൻ്റെ കട്ടിങ്സാണ് വെച്ചിന്. രണ്ടും നമുക്ക് പിടിച്ച് കിട്ടിട്ടോ. അത്യാവശ്യം നല്ലോണം റൂട്ടായിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ റൂട്ടാണ് കേട്ടോ ഈ കാണുന്നത്. പുറത്തേക്ക് വരൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ കവറിട്ട് വെച്ചിട്ടുള്ളത് മഹാറാണിയാണ് കേട്ടോ. അത് തളിർപ്പൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. അതേപോലെ പിടിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഇവിടെ കാണുന്ന പ്ലാന്റുകളൊക്കെ. പിന്നെ ഇത് നമ്മുടെ ഹവായ് വൈറ്റ് ആണ് കേട്ടോ. ഇതൊക്കെ ചെറിയൊരു കുഞ്ഞു കമ്പ് വെച്ചതാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ വേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ വേര് വന്ന് കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് സന്തോഷം തോന്നി. നമ്മൾ ഒരു ചെടി അത്രയും ആഗ്രഹിച്ച് വാങ്ങും, അത് നമുക്ക് കട്ടിങ്സ് വെച്ചാൽ പിടിക്കോ ഇല്ലേ എന്നൊക്കെ കൺഫ്യൂഷനാണ് കേട്ടോ. ചില സെല്ലർമാർ പറയും പിടിക്കൂല എന്നുള്ളത്. എന്തായാലും നമ്മൾ വാങ്ങി നമ്മളൊക്കെ ട്രൈ ചെയ്ത് നോക്കി, നമുക്കെല്ലാം പിടിച്ച് കിട്ടി. ഇത് മിസ് വേൾഡിൻ്റെ ഒരു തൈയാണെന്ന് സംശയമുണ്ട് കേട്ടോ. ഇത് നമ്മൾ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല. എനിക്കതിൻ്റെ ലീഫൊക്കെ കണ്ടാൽ അറിയാം കേട്ടോ. കണ്ടോ, ഒരു പിങ്ക് കളർ പൂവാണ് വരുന്നത്. മിസ് വേൾഡ് തന്നെയാണെന്ന് കേട്ടോ എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.